ഇന്ത്യ മുന്നണിയുടെ റാലി തുടങ്ങിയിരിക്കുന്നു. പ്രതിഷേധ റാലി പാർലമെന്റിന് മുന്നിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ റാലി തടഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കുള്ള 300 MP-മാരുടെ റാലി ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിന്റെ കാഴ്ചയാണ് കാണുന്നത്. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, റാലി എന്തിനാണ് ഇപ്പോൾ പോലീസ് തടയുന്നത്? സമാധാനപരമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നില്ലേ MP-മാർ? ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മാർച്ചിനെ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഈ ബാരിക്കേഡിനപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നതാണ് ദില്ലി പോലീസിന്റെ നിലപാട്. ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ദില്ലി പോലീസ് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആ നിർദ്ദേശം നൽകിയിട്ടുണ്ടാകാം. ഏതായാലും പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന മാർച്ച് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, അഖിലേഷ് യാദവ് ഉണ്ട്, അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയുണ്ട്, അതുപോലെ തിരിച്ചു ശിവയെ പോലുള്ള മുതിർന്ന നേതാക്കളുണ്ട്, ശരത് പവാറുണ്ട്. അങ്ങനെ ഈ ഇന്ത്യ സഖ്യം പാർട്ടികളിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അണിനിരന്ന മാർച്ചാണ്. ആ മാർച്ചാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഭവനിൽ മുന്നിൽ PTI ബിൽഡിങ്ങിന് മുന്നിൽ ഇപ്പോൾ അഖിലേഷ് യാദവ് ഉണ്ട്, അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയുണ്ട്, അതുപോലെ തിരിച്ചു ശിവയെ പോലുള്ള മുതിർന്ന നേതാക്കളുണ്ട്, ശരത് പവാറുണ്ട്. അങ്ങനെ ഈ ഇന്ത്യ സഖ്യം പാർട്ടികളിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അണിനിരന്ന മാർച്ചാണ്. ആ മാർച്ചാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഭവനിൽ മുന്നിൽ PTI ബിൽഡിങ്ങിന് മുന്നിൽ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാർച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പോലീസ് തീരുമാനിക്കുകയാണ്. ഏതായാലും ഇവിടെ കാണുന്ന ഈ ഒരു പ്ലക്കാർഡുകളൊക്കെ തന്നെ വായിച്ചാൽ എല്ലാ ഭാഷകളിലുമുണ്ട്. ബംഗാളിയിൽ ഉണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിലുണ്ട്, മലയാളത്തിലുണ്ട്. അപ്പോൾ ഈ പ്ലക്കാർഡുകളിലൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത് വോട്ട് ചോരി വിഷയമാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി വിഷയം ഉയർത്തിക്കൊണ്ട്, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ നീങ്ങുകയാണ്. ഡെറിക് ഒബ്രിയാനെ കാണാം. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ ഡെറിക് ഒബ്രിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു പ്രതിപക്ഷ നീക്കത്തിന്റെ ഭാഗമായി വരികയാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പിന്തുണ ഇതിനുണ്ട്. അപ്പോൾ എല്ലാ ഇന്ത്യ സഖ്യം പാർട്ടികളും ഒറ്റക്കെട്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വളരെ ശക്തമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നീങ്ങാനുള്ള ഈ ഒരു സഖ്യത്തിന്റെ നീക്കത്തിന് ഇപ്പോൾ പോലീസ് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ ഇപ്പോൾ ഈ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നതാണ് പോലീസിന്റെ നിലപാട്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയത് 30 പ്രതിപക്ഷ അംഗങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാം എന്നതാണ്. 30 പ്രതിപക്ഷ അംഗങ്ങളെ കാണാനല്ല, ഇതൊരു ാനുള്ള അനുമതി തേടുകയും പ്രതിപക്ഷാംഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനുള്ള അനുമതിയുമാണ് വേണ്ടത് എന്നാണ് ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന 30 പേരെ കാണുക എന്നുള്ളൊരു തീരുമാനത്തോട് യോജിക്കാനാകില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രീകരിച്ച് വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി രാജ്യത്ത് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായി ഒരു ആരോപണം ഉയർത്തുന്നത്. ആ ആരോപണത്തിന് തെളിവായി ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ ഓരോ ബൂത്തിൽ നടന്നിട്ടുള്ള വോട്ടിൻ്റെയൊക്കെ തന്നെ ക്രമക്കേടുകളും ഒന്നിലധികം ആളുകൾ പല ബൂത്തുകളിലും വോട്ട് ചെയ്തതായുള്ള സാഹചര്യമൊക്കെ തന്നെ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. ഏതായാലും ആ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തിയത്. ആ വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉയർത്തി പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമാക്കിയതിന് പിന്നാലെ പ്രതിപക്ഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നീങ്ങുകയായിരുന്നു. പാർലമെന്റ് കവാടം പിന്നിട്ട് ഈ പാർലമെന്റ് ഗേറ്റ് കടന്ന് ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് ഈ ഒരു മാർച്ച് എത്തിയതും പോലീസ് തടയുന്ന കാഴ്ചയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾക്ക് നീങ്ങാനുള്ള അവസരം ഇപ്പോൾ പോലീസ് നിഷേധിച്ചിരിക്കുകയാണ്. വലിയ സുരക്ഷാ വലയമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയും
ദില്ലി പോലീസും ചേർന്നാണ് ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുള്ള ഈയൊരു മാർച്ച്, ഈയൊരു നീക്കം ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചില അംഗങ്ങൾ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിൽക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തൃണമൂൽ കോൺഗ്രസ് അംഗം ഇപ്പോൾ മഹുവ മൈത്ര തൃണമൂൽ അംഗം മഹുവ മൈത്ര ഉൾപ്പെടെയുള്ളവർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ വളരെ ശക്തമായി തന്നെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം ഉയർത്തുന്നതാണ്. അപ്പോൾ മഹുവ മൈത്ര ഉൾപ്പെടെയുള്ളവർ തൃണമൂൽ അംഗങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ഇവിടെ പ്രതിഷേധം ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണ് എന്ന് പ്രതിപക്ഷം ഇപ്പോൾ വലിയ ആരോപണം ഉന്നയിക്കുകയാണ്. ആ ആരോപണം ഉയർത്തിയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നീങ്ങിയത്. വനിതാ എംപിമാരാണ് ബാരിക്കേഡിന് മുകളിൽ. മഹുവ മൈത്രയെ കാണാം, വേറെ എംപിമാരുടെ കൈയടിച്ചുകൊണ്ട് പ്രതിഷേധം മുന്നോട്ട് നീങ്ങുന്നു. പ്രിയങ്ക ഗാന്ധി അവിടെ കാണാം. ഈ പ്രതിഷേധത്തിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടെങ്കിലും ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. അവരുമുണ്ടോ മാർച്ചിൽ? തീർച്ചയായും ഇന്ത്യ സഖ്യം പാർട്ടികൾ ഒറ്റക്കെട്ടായാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ബാരിക്കേഡിന് സ്മൃതി ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ബാരിക്കേഡിന് മുകളിൽ ഇപ്പോൾ നമുക്ക് കാണാം മഹുവ മൈത്രയെ കാണാം. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള DMK അംഗങ്ങളും ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധം ഉയർത്തുന്നത് കാണാം. അങ്ങനെ വളരെ ശക്തമായി തന്നെ വനിതാ അംഗങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിലെ വനിതാ അംഗങ്ങളാണ് ഇപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി ഇപ്പോൾ രംഗത്തെത്തുന്ന കാഴ്ച. ഏതായാലും പ്രതിപക്ഷ ആകെ ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. അതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ വിവിധ പാർട്ടികൾ ിലെ അംഗങ്ങളൊക്കെ തന്നെ ഈ ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ആദിൽ പാലോട് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന വനിതാ അംഗങ്ങൾക്ക് സമീപമുണ്ട്. അതിലേക്ക് പോകാം. വനിതാ എംപിമാരാണ് ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. മഹുവ മൈത്രയ്ക്ക് മുൻപ് തന്നെ ചില വനിതകൾ അതിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ആ പേര് വിവരങ്ങൾ പറയാമോ? വനിതാ എംപിമാരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. 300-ലധികം എംപിമാരുടെ പ്രതിഷേധമാണിപ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നത്. പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പോകാൻ സമ്മതിക്കാതെ പ്രതിഷേധം തടയുമ്പോൾ എംപിമാർ ബാനറുകൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ കാഴ്ച? ആദിൽ. പ്രധാനമാണ് मोदी जी चोर है। देखो मेरा चश्मा को उतारा, उन लोगों को भाग दिया, मेरे को रुका। क्यों मोदी जी भय पाया? क्यों भय पाया? इतना डर क्यों है मोदी जी? इतना क्यों डर है? इलेक्शन कमीशन डर क्यों है? महिला को देखकर डर क्यों है? കോൺഗ്രസ് MP ജ്യോതിമണിയെയും ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നത് കാണാം. PTI ഭവനുകളിലാണ് മാർച്ച് തടഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡ് വെച്ച് തടയുമ്പോൾ ബാരിക്കേഡിന് മുകളിലേക്കാണ് കയറി നിൽക്കുന്നത് വനിതാ എംപിമാർ. തമിഴ്നാട് നിന്നുള്ള ജ്യോതിമണി ആണ് ഇപ്പോൾ പ്രതിഷേധിച്ചതായി കണ്ടത്. അതിൽ വിവരങ്ങൾ നൽകാം. വനിതാ എംപിമാർ നിൽക്കുന്ന ഭാഗത്താണല്ലോ അതിലുള്ളത്.